വിശദമായ വാർത്തയിലേക്ക്. കണ്ട കാഴ്ചകളും കേട്ട മേളപ്പെരുക്കവും മനസ്സിൽ നിറച്ച് പുരുഷാരം. പകിട്ടു കുറഞ്ഞെങ്കിലും ആവേശം കുറയാതെ പൂരം. നോവേറിയ ഓർമ്മകൾ ഉള്ളിലൊതുക്കി പൂരങ്ങളുടെ പൂരം ആഘോഷിച്ച് ജനസഹസ്രം. ആചാരപ്പെരുമയുടെ താളവും മേളവും കുടമാറ്റവുമായി പൂരം കൂടി തൃശൂർ. വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചും കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറച്ചും ആർഭാടം ഒഴിവാക്കിയെങ്കിലും പൂരാവേശം തെല്ലും കുറഞ്ഞില്ല. രാവിലെ മഴയും മഞ്ഞും വെയിലുമേൽക്കാതെ കണിമംഗലം ശാസ്താവാണ് വടക്കുന്നാഥനിൽ ആദ്യമെത്തിയത്. തൊട്ടുപിന്നാലെ കാരമുക്ക്, ചെമ്പൂക്കാവ്, പനമുക്കുംപിള്ളി, ലാലൂർ, അയ്യന്തോൾ, നെയ്തലക്കാവ്, ചൂരക്കോട്ടുകാവ് ക്ഷേത്രങ്ങളിലെ ഘടകപൂരങ്ങളും മേളാരവത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയിൽ എത്തിച്ചേർന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയതോടെ ആനപ്രേമികൾ ഇളകിമറിഞ്ഞു. ആയിരക്കണക്കിന് ആനപ്രേമികളാണ് രാമനെ കാണാൻ തെക്കേ നടയിൽ കാത്തുനിന്നത്. പിന്നെ പൂരത്തിന്റെ ആവേശമായ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ബ്രഹ്മസ്വം മഠത്തിൽ തുടക്കമായി. പ്രശസ്ത വാദ്യകലാകാരൻ കോങ്ങാട് മധുവാണ് ഇത്തവണ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് പ്രമാണിത്വം വഹിച്ചത്. പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ തുടങ്ങിയ പാണ്ടിമേളം വടക്കുന്നാഥന്റെ സന്നിധിയിലെ ഇലഞ്ഞിത്തറയിൽ മുറുകി. വായുവിലേക്ക് കൈകൾ ഉയർത്തി തലവട്ടം ചുറ്റിയും മേളത്തിന്റെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് വിരലനക്കിയും ആൾക്കൂട്ടം ഇലഞ്ഞിത്തറ മേളത്തിൽ അലിഞ്ഞു. മേളം അവസാനിച്ചതിനു പിന്നാലെ വൈകിട്ട് 5ഓടെയാണ് കുടമാറ്റത്തിനുള്ള ഒരുക്കം തുടങ്ങിയത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കമായിരുന്നു ആദ്യം. തൊട്ടുപിന്നാലെ തെക്കോട്ടിറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖമായി കുടകൾ ഉയർത്താൻ തിരുവമ്പാടിയും തയ്യാറായി. തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ആദ്യമായി തൃശൂർ പൂരത്തിൽ പാറമേക്കാവിനായി തിടമ്പേറ്റി. പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തന്റെ തട്ടകത്തെ ഭഗവതിയെയും ശിരസിൽ വഹിച്ചു. വൈകിട്ട് 6-ന് കുടമാറ്റം ആരംഭിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്ന കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. 6 മണിക്ക് ആരംഭിച്ച കുടമാറ്റം 6:20ഓടെയാണ് അവസാനിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുടകളുടെ എണ്ണത്തിൽ കുറവെങ്കിലും 20 മിനിറ്റോളം മാറിവന്ന വർണ്ണക്കുടകളിലെ പകിട്ടിൽ 10,000ങ്ങൾ ആരവം ഉയർത്തി. സമയം കുറവായതിനാൽ തന്നെ ഉയർത്തുന്ന കുടകൾ പെട്ടെന്ന് തന്നെ മാറ്റിയാണ് ഇരുവിഭാഗവും മത്സരിച്ചത്. രാത്രി ഭഗവതി ശാസ്താമാരുടെ പകലത്തെ എഴുന്നള്ളിപ്പുകൾ ആവർത്തിക്കും. വെടിക്കെട്ടൊഴിവാക്കിയുള്ള പൂരത്തിൽ ആചാരത്തിന്റെ ഭാഗമായി പുലർച്ചെ വെടിക്കെട്ട് സമയത്ത് ഇരുവിഭാഗത്തിന്റെയും ഓരോ കതിനം മുഴങ്ങും. തിങ്കളാഴ്ച പകൽപൂരം കഴിഞ്ഞ് ഉച്ചയോടെ പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ അടുത്ത പൂരത്തിനായി വീണ്ടും 1 വർഷത്തെ കാത്തിരിപ്പിലേക്ക്.